ഇപ്പോൾ എല്ലാവരും ഓണത്തിന് തിരക്കിലായിരിക്കും അല്ലെ. ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. അധികം പുറത്തേക്കൊന്നും പോവാണ്ട് വീടിനകത്ത് തന്നെ ആയിരിക്കും ഇത്തവണ എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പൊ ഓണം അടുത്തു അല്ലെ. അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങളും നമ്മള് ഇങ്ങനെ മുൻകൂട്ടി വിചാരിച്ച് വരുമ്പോഴേക്കും എല്ലാം അങ്ങ് താളം തെറ്റിപ്പോവും. അപ്പൊ നമുക്ക് ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാവും. ഒരു ഓണസദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇഷ്ടു. നിങ്ങൾ ഇഷ്ടു എന്നാണോ പറയണമെന്ന് എനിക്കറിയില്ല. പല സ്ഥലങ്ങളിൽ പല പേരിലാണ്. ചിലയിടത്ത് ഇഷ്ടു എന്ന് പറയും, ചിലടത്ത് ഇഷ്ടു എന്ന് പറയും, ചിലടത്ത് പാൽക്കറി എന്ന് പറയും. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങ, ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്. ഇത്രയാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും ആദ്യമേ തന്നെ എടുത്തു വയ്ക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിത് കുക്കറിലാണ് ഇപ്പോൾ വേവിക്കുന്നതെങ്കിൽ, ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ആ വെള്ളം കളയരുത്. ശരിക്കും ആ ഒരു വെള്ളത്തിനകത്താണ് അതിൻ്റെ മുഴുവൻ സത്വം അടങ്ങിയിട്ടുള്ളത്. ഞാനിവിടെ ഡയറക്റ്റായിട്ട് തന്നെ 2-ാം പാൽ എടുത്തിട്ട് 2-ാം പാലിലാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പൊട്ടറ്റോ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞങ്ങളിവിടെ ഓണത്തിനും വിഷുവിനും പിറന്നാളിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണിത്. 2-ാം പാലിന് പകരം വെള്ളത്തിൽ വേവിച്ച് എടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റിൽ കിട്ടണമെന്നില്ല. 2-ാം പാലിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റിൽ തന്നെ ഇഷ്ടം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു പകുതി വേവായി കഴിയുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, മുളക് എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ കണ്ടിട്ട് പലയിടത്തും പല ടൈപ്പിലാണ് ഈ കറി വെക്കുന്നത്. ചിലയിടത്ത് നന്നായിട്ട് കുറുക്കിയിട്ട്, ചിലയിടത്ത് നന്നായിട്ട് ചാറ് പോലെ ഒക്കെയാണ് ഇത് വെക്കാറുള്ളത്. ഇതൊക്കെ ഉണ്ടോ. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തുടഞ്ഞ് ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളൊരു തവി കൊണ്ട് ഇളക്കി കഴിയുമ്പോൾ ശരിക്കും ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ പാകത്തിലാവണം. ഇഷ്ടത്തിൻ്റെ ടേസ്റ്റ് എപ്പോഴും 2-ാം പാല് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വെള്ളത്തിൽ വെറുതെ വേവിച്ചെടുത്താലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും 2-ാം പാലിൽ നമ്മൾ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ. നന്നായിട്ട് കുറുകി വെന്ത് വന്നതിന് ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ആ ചാറ് നല്ലോണം കുറുകിയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ 1-ാം പാൽ ഇതിനകത്തേക്ക് ഒഴിക്കാൻ. അധികം എരിവില്ലാത്ത കറി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ നമ്മുടെ കറി റെഡിയായി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം. അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.